100 साल पहले मुझे तुमसे प्यार था. ഈശ്വര ചതിച്ചെന്നാ തോന്നുന്നത്. ഇന്നത്തെ ദിവസവും പോക്ക. എന്തു പറ്റി പെട്ടെന്നൊരു വെളിപാടുണ്ടാകാൻ? കായലൂർ തിരുന്നപ്പോഴാണ് ഇവന് ബോധോദയം ഉണ്ടായത്. അത് ശരിയാ, ഓരോരുത്തർക്ക് എവിടെയൊക്കെ ഇരിക്കുമ്പോഴാ ബോധോദയം ഉണ്ടാകുന്നു. അത് ശരിയാ, ബുദ്ധൻ ആപ്പിളിന്റെ ചവിട്ടി ഇരുന്നപ്പോഴല്ലേ ബോധോദയം ഉണ്ടായത്. പള്ളിക്കൂടത്ത് വിട്ടപ്പോഴേ മാങ്ങ പറിക്കാൻ പോയാ ഇതല്ല ഇതിനപ്പുറവും പറയും. ആപ്പിളിന്റെ ചോട്ടിലല്ല, ബോധിവൃക്ഷത്തിന്റെ ചോട്ടിലിരുന്ന ബുദ്ധന് ബോധോദയം ഉണ്ടായത്. അത് ശരി, അതിനിടയ്ക്ക് അദ്ദേഹം അവിടെ പോയിരുന്നോ? ശോ, എന്തൊരു മഴയായത്. ചേടാ, അപ്പം ആപ്പിളിന്റെ ചോട്ടി ഇരുന്നപ്പോ ബോധം ഉദിച്ചത് ആർക്കായിരുന്നു? ന്യൂട്ടനല്ലേ? ഓരോ വിവരക്കെട്ട് എഴുന്നള്ളിക്കാതെ. അല്ല, എനിക്കൊരു സംശയം, ഈ ബോധമുള്ളവർക്കല്ലേ ഉദയം ഉണ്ടാകത്തുള്ളൂ? ഇവൻ അതിന് ബോധമോ വെളിവോ വല്ലതും ഉണ്ടോ? നിങ്ങളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതേ, നമ്മുടെ പട്ടാളം ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ കാര്യം പോക്ക. ഓ, ഉള്ള ബോധം കൂടെ പോവില്ല. ദൈവമേ, ഈ മഴയെ തുണ്ടയില്ലാ വെടികെട്ട് ചാകണോ? ശരിയാ, പട്ടാളത്തിന് കായലിന്റെ ഇടയ്ക്കായ പോലെ നമ്മുടെ അവസ്ഥ. हाय, नमस्कार. तुम कैसे हो? പട്ടാളം ചേട്ടാ നമസ്കാരം. ആ നമസ്കാർ ബായി, നമസ്കാരം. അങ്ങനെ ഇലക്ഷനും കഴിഞ്ഞു, റിസൾട്ടും വന്നു. ഇപ്പോഴത്തെ ഇലക്ഷനൊക്കെ എന്ത് ഇലക്ഷൻ? ഞാൻ പട്ടാളത്തിലുണ്ടായിരുന്ന സമയത്തെ ഇലക്ഷനാണ് മോനെ ഇലക്ഷൻ. ഈ കഥ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. പലരോടും പറയുന്നത് കാരണം ഒരാശയക്കുഴപ്പം. എന്റെ ദൈവമേ, നമ്മളിനി ആ കഥയെ കൂടെ കേൾക്കണം. ഇതിനേക്കാ നല്ലത് ആ തോക്കെടുത്ത് നേരിട്ട് നമ്മളെ വെടിവെച്ച് കൊല്ലുന്നത്. എന്താ നിങ്ങൾ വല്ലതും പറഞ്ഞോ? ചേട്ടന്റെ കഥ കേൾക്കാൻ കൊതിയാകുന്നെന്ന് പറഞ്ഞതാ. അല്ല, ഈ തോക്ക് താഴെ വെച്ചിട്ട് കഥ പറഞ്ഞാ പോലെ പോകുമ്പോ എടുത്തിട്ട് പോക്കോ. ഏയ്, അത് പറ്റില്ല. നമ്മളിവിടെ ഇരിക്കുമ്പം ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് എന്റെ തോക്കെടുത്തോണ്ട് പോയാലുണ്ടല്ലോ, എന്റെ ജനറൽ എങ്ങാനും അറിഞ്ഞാൽ എന്റെ പെൻഷൻ പോലും കിട്ടത്തില്ലടാ മക്കളെ. പിന്നെ ഈ കുട്ടനാട്ടിലല്ലേ ചേട്ടനെ അറ്റാക്ക് ചെയ്യാൻ ആള് വന്നിരിക്കുന്നു. ആ, നമുക്ക് കഥയിലേക്ക് വരാം. അന്ന് ലഡാക്കിലെ ഒരു ബൂത്തിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലഡാക്കെന്ന്? ഐസ് കട്ട പോലെ മഞ്ഞ് കട്ട, ഇങ്ങനെ എല്ലാവരും തണുത്തു വിറച്ച്. എനിക്ക് മാത്രം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നെ അതെന്നാ ചേട്ടാ, ചേട്ടൻ നല്ല തൊലിക്കെട്ടിയുള്ളതുകൊണ്ടാണ്. പട്ടാളത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഐസ് കമ്പനിയിലായിരുന്നല്ലോ ജോലി. ഐസിൽ നിന്ന് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ തണുപ്പൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ആ, അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് കിടക്കാം. വോട്ടെല്ലാം കഴിയാറായി കാണും. ഞങ്ങൾ ബാലറ്റ് പെട്ടിയൊക്കെ സീല് ചെയ്ത് റെഡിയായി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു വെടി ശബ്ദം. എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുക. ചിലര് വെടികൊണ്ട് താഴെ വീണു. എനിക്കിതൊന്നും പുത്തരിയല്ലാത്തത് കൊണ്ട് ഞാൻ താഴോട്ട് വീണ് അനക്കമില്ലാതങ്ങ് കിടന്നു. ഇടയ്ക്ക് മോനെ ഞാൻ കണ്ടു തുറന്നു നോക്കുമ്പോഴുണ്ടല്ലോ, തീവ്രവാദികള് ബാലറ്റ് പെട്ടി എടുത്തോണ്ട് പോകാൻ പോകുന്നു. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. തോക്കെടുത്ത് എന്റെ കാവിലമേ കാത്തോണമെന്ന് പറഞ്ഞു. ബദ്മാഷ്, ഒരൊറ്റ വെടി. എന്റെ അമ്മു, ഇതിനേക്കാൾ നല്ല തീവ്രവാദികൾ വെടികൊണ്ടങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ഒരൊറ്റ വെടിക്ക് 4 തീവ്രവാദികളാ മരിച്ചു വീണത്. എന്റെ വെടി എവിടം വരെ ചെന്നെന്ന് പിന്നീടാ അറിഞ്ഞത്. മലയിലെ ഐസ് കട്ടയിൽ വെടി കൊണ്ടിട്ട് ഐസ് കട്ട തെറിച്ചു വീണ ഒരു തീവ്രവാദി മരിച്ചത്. ഭയങ്കരം തന്നെ ചേട്ടാ, ഭയങ്കരം. ചേട്ടന്റെ ഇപ്പോഴത്തെ വെടി ഇങ്ങനെയാണെങ്കിൽ അന്ന് വെച്ച വെടി എങ്ങനായിരിക്കും? എല്ലാവരും കൂടെ വന്ന് എന്നെ അങ്ങ് പൊക്കിയെടുത്തു. ഈ വെടി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയായിരിക്കും. അതായിരിക്കും. അന്ന് വൈകിട്ട് തന്നെ PM എന്നെ വിളിച്ചു. PM
രാഷ്ട്രീയമെന്ന് പറഞ്ഞത് മല്ലന്മാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്ററെ രാജ്യം അങ്ങേയോർത്ത് അഭിമാനിക്കുന്നു പട്ടാളംജി. അടുത്ത റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ വന്നെന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പുരസ്കാരം ഏറ്റുവാങ്ങണം. അത് ഓർക്കുമ്പോൾ നോക്കിക്കേ, എനിക്ക് ഇപ്പോഴും രോമാഞ്ചമുണ്ടാകുന്നു. എന്തോ ഭാരതരത്നോ പരമവീര ചക്രമോ എന്തോ തരാമെന്നാണ് പറഞ്ഞത്. ആ, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. രാവിലെ ചായ കുടിക്കാതാ വന്നത്. ആ ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഇന്ന് ആ ചായക്കട ചായ കുടിക്കുന്നവരുടെ കഷ്ടകാലം. ബാക്കി വെടി അവിടെ. എടി, നമ്മുടെ ചേട്ടൻ ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. രാവിലെ ഇവിടെ വന്നൊരു ചായ കുടിയും ബെഡായും പറഞ്ഞിട്ടാ സാധാരണ പോകാറുള്ളത്. ഇന്ന് ഇവിടെ വന്നില്ല. ആ കടവിലോട്ടെങ്ങാണ്ട് പോകുന്ന കണ്ടു. ആ മല്ലന്മാരോട് വർത്താനം പറഞ്ഞെങ്ങാനും ഇരിക്കുമായിരിക്കും. അങ്ങേർക്ക് ഒരു പണിയില്ല. രാവിലെ ഒരു ഉണ്ടയില്ലാത്ത തോക്കും കൊണ്ട് ഇറങ്ങും. കടയിൽ രാഷ്ട്രീയം പറയരുതെന്ന് ബോർഡ് വെച്ചതുപോലെ വെടി പറയരുത് എന്നൊരു ബോർഡ് വെച്ചാലോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. കടുപ്പത്തിലൊരു വിത്തൗട്ട് ചായ. ആ, ഇത് നല്ല കളി. നീയും കാലത്ത് കടന്നാക്കിയോ ചായ കുടി? രാവിലെ ഞാൻ ചായ എടുത്ത് വെച്ച് നോക്കിയപ്പോ ആളെ കാണാനില്ല. ചായ കുടിച്ചു പോന്നാ പോരായിരുന്നോ? എന്തുവാ ഇത്ര അർജന്റ് പണി? വെറുതെ ബെഡായി അടിക്കാൻ പോകുന്നതല്ലേ? ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള മനുഷ്യനാ രാവിലെ ഗുളിക പോലും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നേ. തല കറങ്ങി വഴിയിലെങ്ങാനും വീണ അവിടെ കിടക്കത്തേ ഉള്ളൂ. എടി, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത പട്ടാളക്കാരെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. എന്റെ കഥ കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഓട്ടവാ. സംശ അത് ചേട്ടന്റെ കഥ കേൾക്കണല്ലോ എന്നോർത്ത് എല്ലാരും പേടിച്ചോടുന്നതായിരിക്കും. അത് ശരി. നീ എന്റെ പെണ്ണുപിള്ളയ്ക്ക് പഠിക്കുവാണോ? എന്താ കട രാവിലെ തിരക്കൊന്നുമില്ലേ? സാധാരണ ഈ സമയത്ത് ഈ കടയിൽ നല്ല തിരക്കുള്ളതാ. പട്ടാളം ചേട്ടൻ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടു കാണും. ചുമ്മാതല്ല ആരും കാണാത്തത്. ഈ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാ പണ്ട് ഞാൻ ലഡാക്കിൽ വെച്ച് ചായ കുടിക്കാൻ പോയൊരു കഥയുണ്ട്. ഈ ചേട്ടൻ പണ്ട് ഉടക്കിലായിരുന്നല്ലേ? എടി, ഉടക്കല്ല, ലഡാക്ക്. ലഡാക്കേ നേരം പരപരാന്ന് വെളുത്തു വരുന്നതേ ഉള്ളൂ. കൈയൊക്കെ തണുത്ത് വരച്ചിട്ട് വയ്യ. എനിക്കാണെങ്കിൽ ഒരു ചായ കുടിക്കാതങ്ങ് വയ്യ. അടുക്കളയിൽ പോയി തിളപ്പിക്കാന്ന് വിചാരിച്ചങ്ങ് ചെന്നു. അവിടെ അങ്ങ് ചെന്ന് നോക്കിയിട്ട് സ്റ്റൗ കത്തിക്കാൻ ഒരു സാധനവും കാണുന്നില്ല. അങ്ങനെ തപ്പി ചെല്ലുമ്പോഴാണ് എവിടെ നിന്നോ ഒരു ലൈറ്ററിന്റെ അറ്റം പോലൊരു സാധനം എന്റെ കയ്യിൽ വന്ന് മുട്ടുന്നത്. എന്റെ ദൈവമേ, അതാ എന്റെ നേരെ ഒരു തോക്കും ചൂണ്ടിക്കൊണ്ടൊരു തീവ്രവാദി. ഓ, വേറെ ആരാണെങ്കിലും ആ സ്പോട്ടിൽ തന്നെ വെടികൊണ്ടല്ലെങ്കിൽ പേടിച്ചെങ്കിലും മരിച്ചേനെ. ഞാൻ പിന്നെ ഒന്നും അങ്ങ് ആലോചിച്ചില്ല. എന്റെ കാവിലമ്മേ ശക്തി തരണേ എന്നും പറഞ്ഞ് ഒരൊറ്റ ചവിട്ട്. കിടക്കുന്നവൻ താഴെ. അവന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങി ഞാൻ ചറപറാന്ന് വെടി തുടങ്ങി. എന്റെ വെടിയൊച്ച കേട്ട് എല്ലാവരും ഓടി വന്നു. ഞങ്ങളുടെ ജനറൽ വന്ന് വാപൊത്തി പിടിച്ചതിന് ശേഷം ഞാൻ വെടി നിർത്തി കളഞ്ഞത്. ഈശ്വരാ, ഈ വെടി നിർത്തണമെങ്കിൽ ഏത് ജനറൽ വരണം? ചേട്ടാ, അന്ന് PM വിളിച്ചായിരുന്നോ? എടി, നീ അതിരിക്കട്ടൊന്ന് താങ്ങിയതാണല്ലോ. അങ്ങനെ ഒരാളെ തട്ടിയാലൊന്നും പ്രൈം മിനിസ്റ്റർ വിളിക്കത്തില്ല. മിനിമം 2 എണ്ണത്തെങ്കിലും തട്ടണം. നിങ്ങൾ ഇതിനെ പുളു പഠിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? എടി, ഞാൻ ഇങ്ങോട്ട് വരാം. ഒരു ചായ കുടിച്ചിട്ടാവട്ടെ. നിങ്ങൾ നീയാണ് എനിക്ക് ചായ തരത്തൂല, ചായ തരുന്നോർത്തിട്ട് കുടിപ്പിക്കത്തൂല. എന്ത് കഷ്ടമാണെന്ന് നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. എന്തുവാ നമുക്ക് വീട്ടിൽ ചേട്ടാ,
വെടിവെപ്പ് കഴിഞ്ഞെങ്കിൽ ഈ ചായ അങ്ങോട്ട് കുടിച്ചേ. ചേട്ടൻ ഇങ്ങനെ വെടിയും പറഞ്ഞോണ്ടിരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരികയല്ല. ദേ ആ ചായ ഇങ്ങോട്ട് വെച്ച്. നിങ്ങളുടെ വീട് ഞാൻ വീട്ടിൽ ഇരുന്ന് സഹിക്കുന്ന പോലെ നാട്ടുകാരെ കൂടെ കേൾപ്പിക്കണോ? ഇങ്ങോട്ട് വാ എഴുതാക്കാൻ. എന്ത് കഷ്ടം. ആദ്യം വെടി വെക്കേണ്ടത് ഇവിടെ. ഞാനൊരു പട്ടാളക്കാരനല്ലേ. ഇത്രയും പറഞ്ഞ് കളിയാക്കിട്ടും പിന്നെ ഇരിക്കുക ചായ കുടിക്കാൻ വേണ്ടി. അയ്യോ ചേട്ടാ, ദേ ഇതെന്താന്ന് നോക്കിയേ. ഇപ്പൊ തേങ്ങ പൊട്ടിച്ചപ്പോ ദേ ഇതിനകത്തുനിന്ന് കിട്ടിയതാ. ഇങ്ങനെ കാണിച്ച് നോക്കട്ടെ. ഇത് പെല്ലറ്റാണല്ലോ. പെല്ലറ്റോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ തേങ്ങയ്ക്കകത്ത് എങ്ങനെ പെല്ലറ്റ് വന്നു? ഈ ചേച്ചിയെ കടയെ നോക്കി ആരോ വെടിവെച്ചതാ. ആര് വെടിവെക്കാനാ? ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. കടയിലെ പറ്റു തരാനുള്ള വല്ലവരും ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസം ആരോടെങ്കിലും പറ്റുകാശ് ചോദിച്ചായിരുന്നോ? ഞാൻ ആർക്കും പറ്റു കൊടുക്കാറില്ല. ഇന്നൊരൊക്കം നാളെ കടം. എന്തായാലും കണ്ടത് നന്നായി. അല്ലേ ആരുടെയെങ്കിലും ബൈറ്റിപ്പോയത്. നമ്മളിങ്ങനെ തർക്കിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ തെക്കേലെ സദാനന്ദ ചേട്ടന്റെ മകനുണ്ടല്ലോ, അവന് പുരാവസ്തു വകുപ്പിലാ ജോലി. അവനെ നമുക്ക് ഏൽപ്പിച്ചാലോ? അവൻ വല്ല ഖനനവും ചെയ്ത് നമ്മളോട് പറയും. ഖനനോ വേണ്ട മനനോ വേണ്ട. ചേട്ടൻ ആ തേങ്ങാമുറി ഇങ്ങനെ, ഞാൻ പോയി അവിയലിന് തേങ്ങ അരക്കട്ടെ. എന്താ ഇവിടെ പ്രശ്നം? വെടിവെച്ചേട്ടന്റെ വല്ല കേസ് കിട്ടുവാണോ? ആദ്യം വെടിയായിരുന്നു പ്രശ്നം, ഇപ്പൊ ഉണ്ടയില്ല വെടിയാ പ്രശ്നം. ചേട്ടാ, ഈ തേങ്ങയുടെ അകത്തുനിന്ന് കിട്ടിയതാ ഈ വെടിയുണ്ട. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് എനിക്ക് ഒരു വെടിയില്ല. പുരാവസ്തു വകുപ്പിൽ കൊടുത്താലോ എന്ന് ഞങ്ങൾ ആലോചിക്കാം. അല്ല ചേട്ടൻ നോക്ക്, ചേട്ടനാകുമ്പോ വെടിയുടെ ആയിട്ട് നല്ല പരിചയമാണല്ലോ. ഇതേത് തെങ്ങിന്ന് കിട്ടിയതാ? ദേ ആ മൂലയ്ക്ക് നിൽക്കുന്ന തെങ്ങേന്ന്. ഓ, ഈശ്വര, ഇങ്ങേര് വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഗുളികയെല്ലാം കഴിച്ചിട്ട് തന്നെയല്ലോ പോന്നത്. പിന്നെന്തോ പറ്റിയെന്ന് ആർക്കറിയാം. എനിക്ക് സംശയം ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്താണെന്ന്. എനിക്കും അത് തന്നെയാ സംശയം. രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്ന മനുഷ്യനല്ലയോ ദേ കിടന്ന് ചിരിക്കുന്നുണ്ടോ? ഇനി ഞാനൊരു സത്യം പറയാം. വന്ന് നിങ്ങൾ സത്യം പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കാതായി. ഏതായാലും പറ, വല്ല ഉണ്ടയില്ല വെടിയാണെന്ന് അറിയട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊക്കിരിക്കുന്നത് കണ്ട് വെടിവെച്ചതാ. പക്ഷെ അത് ഉന്നം തെറ്റിക്കൊണ്ടത് തേങ്ങാക്കൊലയില. എന്റെ ദൈവമേ, നിങ്ങൾ ഇങ്ങനെയാണോ പട്ടാളത്തിലും വെടിവെച്ചോണ്ടിരുന്നത്? പട്ടാളം ചേട്ടാ, വേറെ ഏതെങ്കിലും തെങ്ങ വെടിവെച്ചിട്ടുണ്ടോ പറയണേ. അതേന്ന് തേങ്ങ ഇടണ്ടല്ലോ. അയ്യോ കളിയാക്കല്ലേ, ഒരബദ്ധം ഏത് പട്ടാളക്കാരനും പറ്റും. ആടി. ഇതെന്തു പറ്റിയതാ? നെറ്റിയൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ. ഒന്നും പറയണ്ട ഡോക്ടറെ. രാവിലെ ഞങ്ങൾ നോക്കി പതിവ് പോലെ കടവിലോട്ട് വന്നതാ. ഷുഗറിന്റെ പ്രഷറിന്റെ ഗുളിക കഴിക്കാതാ വന്നത്. കുഴഞ്ഞ് താഴെ വീണു. എന്നിട്ട് ആരും കണ്ടില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആള് തട്ടിപ്പോയനെ. ഇങ്ങനെ എല്ലാരെയും ഫോണിൽ വിളിച്ച് അതുപോലെ വെടിയാന്ന് വെച്ചാൽ ആരും മൈൻഡ് ചെയ്തു. ഇങ്ങേര് പഴയൊരു പട്ടാളക്കാരനാണ്. രാവിലെ ഒരു തോക്കും തൂക്കിയാണ്. പിന്നെ പഴയ വെടിവെപ്പിന്റെ കഥകളാണ്. അതുപോലെ വെടിയാണെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ഇങ്ങേരിങ്ങനെ പലപ്പോഴും ഞങ്ങളെ പറ്റിച്ചിട്ടുള്ളതാ. ഇല്ല ഡോക്ടറെ, ഇന്ന് മുതൽ ഞാൻ തോക്ക് താഴെ വെക്കുക. കഥ പറച്ചില് നിർത്തി. അല്ലെങ്കിൽ ജീവൻ പോകുക എന്ന് പറഞ്ഞാലും ഒരുത്തരും കാണിയല്ല. ഈശ്വര, ആക്രമക്കുകാർ രക്ഷപ്പെട്ട്. ഇത് ഞാൻ ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഇങ്ങനെ മറന്നു കിടക്കണ. എങ്കിലും നിന്നെയൊക്കെ ഞാൻ എത്ര തവണ വിളിച്ചു, ഒരുത്തരെങ്കിലും തിരിച്ചു വിളിക്കട്ടെ. ചേട്ടൻ ഏതോ വെടിവെപ്പിന്റെ കഥ പറയാൻ വിളിക്കാമെന്നാ ഞങ്ങളോർത്ത്. പുലി വരുന്നേന്ന് പറഞ്ഞ അവസാനം പുലി വന്നപ്പോ ആരുമില്ല. ഭാര്യ റിസൾട്ട് കൊണ്ട് വരട്ടെ, എന്നിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയാം കേട്ടോ. എന്റെ തോക്ക് അവിടെ വെച്ചു. തോക്ക് കോപ്പ്, നീ മിണ്ടിപ്പോരുത്. തോക്കിന്റെ കാര്യം അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്.
ഇല്ല, ഇനി തോക്കിനും കഥകൾക്കും ഷോർട്ട് ബ്രേക്ക്.